നമ്മുടെ ഭാരതത്തിന്റെ ഒരു അഭിമാന നിമിഷമാണ് ചന്ദ്രയാൻ. നമ്മളെ ശാസ്ത്രജ്ഞർ ചന്ദ്രയാനിൽ കൊണ്ടുപോയിട്ടത്. ശാസ്ത്രജ്ഞന്മാർ ഉറങ്ങുന്നില്ല, രാഷ്ട്രീയക്കാർ ഉറങ്ങും. കാരണം കിട്ടിയതൊക്കെ മുണുങ്ങട്ടെ. മുണുങ്ങിക്കഴിഞ്ഞാൽ ഏത് പള്ളറിഞ്ഞാലും ഉറങ്ങിക്കോളും. ശാസ്ത്രജ്ഞന്മാർക്ക് ഉറക്കില്ലല്ലോ. വീണ്ടും അവർ തയ്യാറെടുക്കുന്നു ഉറങ്ങാതെ. 2012 ചന്ദ്രയാന് പകരം ആദിത്യ. അത് ഇതുപോലെയല്ല പോണത്, ആളെയും കയറ്റിയിട്ട് വിടാൻ പോവുക. അതാണ് പ്രശ്നം. ആര് പോവും? നടക്കാൻ തന്നെ ആക്കിവിടെ പേടിയ. പ്രത്യേകിച്ചും വിടണത് പറയണ്ട. ആര് പോവും? എന്തായാലും ജനങ്ങൾ പോവില്ല. അങ്ങനെ ISR എന്നൊരു ഇന്റർവ്യൂ നടന്നു. അതിൽ 3 നറുക്ക് കിട്ടി. ഒന്നൊരു സിഖുകാരന്, ഒരു അണ്ണാച്ചിന്, മലയാളീന്. ഈ 3 പേരില് മലയാളി ഭയങ്കര പേടിക്കോടലാണ്. 3 പേര് ഇന്റർവ്യൂ ISR തിരുവനന്തപുരം. ബിൽജിത് സിംഗ് ISRO ഫ്രം പഞ്ചാബ്. സർ നമസ്കാരം. നമസ്കാരം. താങ്കൾ പൂർണ്ണ ധൈര്യവാനാണ്? തീർച്ചയായിട്ടും. പോകുന്നതിന് താങ്കൾ എന്തൊക്കെയാണ് ആവശ്യപ്പെടുന്നത്? അതായത് എനിക്കൊരു ഫുൾ കവർ ഇൻഷുറൻസ് വേണം. ഫുൾ കവർ ഇൻഷുറൻസ്. പിന്നെ എനിക്ക് വേൾഡ് മൊത്തം കറങ്ങാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കി തരണം. ഓക്കെ. ഒരു 10 ലക്ഷം രൂപയെ. 10 ലക്ഷം രൂപ. എന്തിനാണ് 10 ലക്ഷം രൂപ? അതായത് ഞാൻ പോയി കഴിഞ്ഞാൽ എന്റെ ഫാമിലി നല്ല സെറ്റപ്പ് ആയിരിക്കണമല്ലോ. അതിനു വേണ്ടിട്ടാ. മാത്രമല്ല ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എനിക്ക് സുഖമായിട്ട് ജീവിക്കണമല്ലോ. താങ്കൾ ഈ യാത്രയിൽ സംതൃപ്തനാണോ? തീർച്ചയായിട്ടും. ശരി, പറയുന്നു. താങ്ക് യു സർ. ബൈ. ദൊപ്പയ്യ മുരുകൻ ISRO ഫ്രം തമിഴ്നാട്. താങ്കൾ പൂർണ്ണ ധൈര്യവാനാണ്? തീർച്ചയായും. താങ്കൾ പോകുന്നതിന് എന്തെല്ലാമാണ് ആവശ്യപ്പെടുന്നത്? എനിക്കൊരു 5 ലക്ഷം രൂപ മതി. 5 ലക്ഷം രൂപ മാത്രം മതി. എൻ്റെ ഭാര്യക്കും കുട്ടികൾക്കും ജീവിക്കാലോ. വേറെന്തെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടോ? വേറെ എനിക്ക് ഒന്നുറപ്പാണ്, മേലോട്ട് പോയാൽ പിന്നെ ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ല. അതെനിക്ക് ഉറപ്പാണ്. നമ്മൾ ISROയ്ക്ക് ഒരു വാഗ്ദാനമാണ് താങ്കൾ. ഓക്കെ, പറയുന്നുള്ളൂ. വിശ്വനാഥ് ISRO ഫ്രം കേരള. ഞാൻ പോവില്ല. വിശ്വനാഥ്, വിശ്വനാഥ് സൈലന്റ്. വിശ്വനാഥ് സൈലന്റ് ആയിട്ടിരിക്കൂ. വിശ്വനാഥ് 2008 നമ്മുടെ ചന്ദ്രനിലെത്തിയ നമ്മുടെ അന്നത്തെ ദിവസം വളരെ സന്തോഷകരമായ ദിവസമായിരുന്നു. നമ്മൾ ഇല്ലേ? അത് അറിയാലോ. അന്നല്ലേ നമ്മൾ ഓഫീസിൽ ലഡു വിതരണം ചെയ്തേ. ഈ നക്കട കാര്യം മാത്രം ഓർമ്മ ഉണ്ടായ പോരാ. 2012 നമ്മൾ ഒരാളെ കയറ്റിക്കൊണ്ട് ചന്ദ്രയാനിൽ ഇന്ത്യ ആദ്യമായിട്ട് ഇറങ്ങാൻ പോവുകയാണ്. ആളെ കയറ്റി കൊണ്ടുപോകുക. ആളെ കയറ്റി കൊണ്ടുപോകും. വേണം. കണ്ട പല ആളുണ്ട് ഇവിടെ പണിയില്ല കിടക്കണേ. എന്നെ വിളിച്ചേ. ISROയിലെ മാധവൻ നായർ സാർ പറഞ്ഞു താങ്കൾ അതിന് ഫിറ്റ് ആണെന്ന്. ഞാൻ എന്താ പറ്റി? എത്ര സ്റ്റേറ്റുകളുണ്ട്, അവിടെയുള്ള ആരും ഫിറ്റല്ല. ഈ മലയാളിയായ എന്നെന്തിനാ? മലയാളികൾ പൊതുവെ ധൈര്യവാന്മാരാണെന്നാണ് പറയുന്നത്. എന്താണ് സാറേ? കയ്യോട്ടെ, എന്റെ നെഞ്ച് നോക്കി. മൊബൈല് വൈബ്രേറ്റ് ഇട്ട മാതിരിയാ നെഞ്ഞ് പഠിക്കുന്ന. ഞാൻ പോവില്ല. പിന്നെ മാധവൻ നായർ പറഞ്ഞു ഞാൻ ശക്തി കിട്ടുന്നോ? ധൈര്യവാനാണ് താങ്കൾ, അതിന് ഫിറ്റാണ്. മാധവൻ നായർക്കാട്ട് പറയാ. ഇന്നലെ രാത്രി എന്റെ ഭാര്യ എന്നോട് പറഞ്ഞെന്താ കണക്കൊണ്ടൊന്നും കയ്യിൽ എണീച്ച് പോയിക്കോളൂ. വിശ്വനാഥ്, താങ്കളുടെ ജോലി നഷ്ടപ്പെടും. നഷ്ടപ്പെടാറാണ്. അമേരിക്ക, റഷ്യ, ഇറ്റലി ഒക്കെ വിടേണ്ടത്. ഇത് ആദ്യം തന്നെ മനുഷ്യനല്ല വിടുക. ആദ്യം അവർ വിടുന്ന ആളുകളെ എലിയോ പട്ടീനോ പൂച്ചനോ പന്നീനൊക്കെ എന്നെ വിടുന്നത്. വിശ്വനാഥ് പ്ലീസ്. ഇവിടെയും അത് തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം പിയൂണിന് വിടും, അതിനുശേഷമേ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ നമുക്ക് വിടാൻ കഴിയൂ. എന്നെ പറഞ്ഞു നോക്കൂ, ഫിറ്റാണോ നോക്കൂ. ഓണത്തിന് ഞാൻ ഷർട്ട് എടുത്തില്ല. ഇത് നെഞ്ഞ അല്ലെങ്കിൽ സിമെന്റിന്റെ പലകയോ? ഇതൊന്നും പിറ്റല്ല. വിശ്വനാഥ് ഓക്കെ. പിറ്റാകരുതേ. Ready sir, fit. Okay. Ready sir, fit. Okay. Ready sir, fit. Okay. താങ്കൾ എത്രയും പെട്ടെന്ന് റെഡി ആയിക്കോളൂ. നമുക്ക് പരീക്ഷണം തുടങ്ങാം. യാത്ര ചെയ്യാനുള്ള റിഹേഴ്സൽ തുടങ്ങാം. പോണോന്നോ? ഇതെല്ലാം ഓക്കെ. താങ്കൾ മാത്രമേ എല്ലാം ഓക്കെ ഉള്ളൂ. ഇവരൊക്കെ നിൽക്കുന്നാണ്ടില്ലേ? ഓക്കെ. പണി ഞാൻ പോയിട്ടില്ലേ? പണി ഉണ്ടാവില്ല. താങ്കൾ പോയില്ലെങ്കിൽ താങ്കൾക്ക് ഇവിടെ പണി ഉണ്ടാവില്ല. നോക്കി റിഹേഴ്സൽ നോക്കി
റിഹേഴ്സലൊക്കെ ഫൈനലിൽ വരാൻ. വിശ്വനാഥ് ഓക്കെ അല്ലേ? ഓക്കെയാണ്, എത്തിയോ? ബെൽറ്റ് എല്ലാം ഇട്ടോളൂ. സാർ പൊന്തിയും തോന്നുന്നു, ആളുകളൊക്കെ എറുമ്പിന്റെ മാതിരി. എടോ പൊന്തിയിട്ടില്ല, അതെല്ലാം ഉറുമ്പ് തന്നെയാണ്. വിശ്വനാഥ് പേടിയുണ്ടോ? എനിക്ക് ഭയങ്കര പേടിയുണ്ട് സാർ. പേടിക്കണ്ട, ഞങ്ങളെല്ലാം ഇല്ലേ ഇവിടെ? അല്ല, നിങ്ങളൊക്കെ ഉണ്ടാവും, ഞാൻ ഉണ്ടാവുമോ എന്നുള്ളതാണ്. വിശ്വനാഥ് ഓക്കെ ആണോ? ഓക്കെയാണ്, പേടിക്കണ്ട. പേടിയില്ല. ആരാണിത് മുത്തപ്പന വെച്ച് കൊടുക്കാൻ നടക്കും? എന്താണ്ടത് വിശ്വനാഥ്? എന്താണ് അത് തീ കൊടുത്ത ആളാണ്. ആർക്ക്? നിങ്ങൾക്കല്ല, നമ്മുടെ റോക്കറ്റിനെ. അടുത്ത് പിടിക്കല്ലടാ, പൊളിച്ചിട്ട് കെട്ടിയ കൊടുക്ക് ഫാമിലി. ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാണ്, നിങ്ങളൊക്കെ? ഞങ്ങൾ ഓക്കെയാണ്. പിന്നെ സാർ കൗണ്ട് ഡൗൺ തുടങ്ങാം. കൗണ്ട് ഡൗൺ തുടങ്ങാം. Okay, sir. Counting. 9, 8, 7, 6, 5, 4, 3, 2, 1, 0. ഭൂമിയിൽ നിന്ന് പൊന്തിയിട്ടേ ഉള്ളൂ. എവിടെ എത്തി? ഭൂമിയിൽ നിന്ന് പൊന്തിയിട്ടേ ഉള്ളൂ. എവിടെ എത്തി? ഏകദേശം ഇപ്പോൾ 100 കിലോമീറ്റർ കഴിഞ്ഞിരിക്കുന്നു. സാറേ, എന്താണ്? ഞാൻ ഇതിന്റെ മുകളിലുണ്ട് എന്നുള്ളൊരു ഇത് നിങ്ങൾക്ക് കാണണട്ടോ. ഞങ്ങൾ എപ്പോഴും ഉണ്ടാവും. കമ്പ്യൂട്ടർ ഓൺ ചെയ്തിട്ട് അതേ സമയത്ത് നിങ്ങളെ ആ മഹാരാജ കോളേജിന്റെ മുന്നിൽ പെണ്ണുങ്ങളെ കാണാൻ നിൽക്കല. ഇത് സ്വന്തം ചോരയാണ് മുകളിലുള്ളതെന്ന് മനസ്സിലാക്കണം. വിശ്വനാഥ് അതൊന്നും ഇപ്പൊ പറയല്ലേ, നാട്ടുകാർ മൊത്തം കേൾക്കും. കേൾക്കട്ടെ, ഞാൻ മുകളിൽ നിന്ന് പറഞ്ഞാലേ ഉള്ളൂ താഴത്തുള്ളവർ കേൾക്കുക. വിശ്വനാഥ്, നമ്മൾ ഉപരിമണ്ഡലം കഴിഞ്ഞിരിക്കുന്നു. 1-ാം നിയോജകമണ്ഡലം എന്ന് കേട്ടിരിക്കണു, ഉപരിമണ്ഡലം ആദ്യമായിട്ട് കേൾക്കാം. പോട്ടെ, ഭവനമണ്ഡലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സന്തോഷമായിട്ടിരിക്കൂ. വിശ്വനാഥ് സൈലന്റ് ആയിട്ടിരിക്കൂ. ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഉണ്ട്. ഇവിടെ ഫുള്ള് ഇരുടാണ്. വിശ്വനാഥ്, അതിവിടെ പവർ കട്ടുള്ളതിന്റെ ബില്ലാണ്. അതല്ല മനുഷ്യ, ഞാൻ പറഞ്ഞ തിരുവനന്തപുരത്ത് വിടണ്ട, അത് ശ്രീഹരിക്കോട്ടയിൽ വിട്ടാൽ മതി. അല്ലായിട്ട് വന്ന് വിശ്വനാഥ് റെഡിയായില്ലേ? വിശ്വനാഥ് ധൈര്യപ്പെട്ടിരിക്കൂ. പിടിച്ചിരുന്നോളൂ. വിശ്വനാഥ്, ഇതാ ഇനി നമ്മൾ ഭൂമി കഴിയാൻ വളരെ അടുത്ത സമയങ്ങൾ മാത്രം. ധൈര്യപ്പെട്ടിരിക്കൂ. വിശ്വനാഥ്, ഭൂമി കഴിഞ്ഞിരിക്കുന്നു. സന്തോഷായി സാർ. എന്താണ്? ഇനി കടക്കാരെ പേടിക്കണ്ടല്ലോ, കൊറേക്ക് പൈസ കൊടുക്കാണ്ട് തെരഞ്ഞല്ലോ. ഓട്ടോ കൊണ്ടല്ല, ഇനി ഞാനൊന്ന് ആഞ്ഞു പിടിച്ചു കൊടുത്താൽ എന്താ? വിശ്വനാഥ് ഒന്നും ചെയ്യണ്ട, ഞാനൊന്നും ചെയ്യില്ല. ഞങ്ങൾ ഇവിടെ നിയന്ത്രിച്ചോളാം. ആയിക്കോട്ടെ, നോക്കണം, ഇടിച്ചു പോരുത്. ഓട്ടെ. വിശ്വനാഥ് ധൈര്യപ്പെട്ടിരുന്നോളൂ. ധൈര്യമായിട്ട് ഞാൻ പിടിച്ചു കൊടുക്കണം. ഒന്നും കൂടെ. എവിടെ എത്തി? ചന്ദ്രനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പോട്ടെ. ഇനി ഒരു 40 കിലോമീറ്റർ മാത്രം. കോഴിക്കോട് മലപ്പുറത്തിന്റെ ദൂരം. പോട്ടെ, ഞാനൊന്ന് പിടിച്ചു കൊടുക്കടാ. വേണ്ട. വിശ്വനാഥ് ഒന്നും ചെയ്യണ്ട, ഞങ്ങൾ പറയാം. വിശ്വനാഥ് കേൾക്കുന്നുണ്ടോ? അതെ, കേൾക്കുന്നുണ്ട് സാർ. അത് താഴത്തൊന്ന് പറഞ്ഞില്ല. അതെവിടെയാണ്? ഞാൻ ജനിച്ചന്ന് പോലെ എന്റെ ബ്രേക്ക് മുമ്പില്ല. നന്നായി. വിശ്വനാഥ് ഹാപ്പി അല്ലേ? ഞാൻ ഹാപ്പിയാണ്. വേറെന്താ സംഭവിച്ചേ? അതെ, ഒരുപാട് രാജ്യങ്ങളുടെ പേടകങ്ങൾ അവിടെ ചുറ്റി നടക്കുന്നുണ്ട്. ആ ബ്രിട്ടന്റെ പേടകം താങ്കളുടെ മുന്നെയാണ് വന്നത്. ആ ചവിട്ടിയില്ലെങ്കിൽ താങ്കൾ തെറിച്ചു പോകുമായിരുന്നു. ധൈര്യപ്പെട്ടിരിക്കൂ. വിശ്വനാഥ് ഹാപ്പി അല്ലേ? ഞാൻ ഹാപ്പിയാണ്. വിശ്വനാഥ് ആ പേടക്കാരൻ മുന്നിലുണ്ട്. ഭാരതം അഭിമാനം കൊള്ളുന്ന നിമിഷമായി സാർ, ആ ഫ്രാൻസിന്റെ പേടകം പോയില്ല. അതിലെ പൈലറ്റ് തന്നെ നോക്കി നിൽക്കുന്നു. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒന്ന് താങ്കൾ അവരുടെ കൈ കാണിക്കും. എന്ത് പറയും? ഞാൻ പറയും, ഈ സമയത്താണ് എന്റെ പണ്ടാരടുത്ത്. ഞാനാണോ പറഞ്ഞത്? എന്താണ് കച്ചല്ലേ? വിശ്വനാഥ് കൂളായിട്ടിരിക്കൂ. വിശ്വനാഥ് നമ്മൾ ചന്ദ്രനിലെത്തിയിരിക്കുന്നു. ചവിട്ടി നിർത്തൂ. ഇടിച്ചു നിർത്തൂ. ചന്ദ്രനിൽ ഇടിച്ചു നിർത്തൂ. നിർത്തേണ്ട ആവശ്യമില്ല, ഇടിച്ചോളത്. ഇടിച്ചു നിർത്തൂ. ഇറങ്ങിയോ? ഭൂമിയിലേക്ക് ആരോപിച്ചിരിക്കുന്ന കണ്ടില്ലേ? വഴി ഭൂമിയിലേക്ക് തരുന്ന ഒരു പേടകം കാണുന്നുണ്ട്. അതിനകത്ത് ചാടിക്കയറൂ. അത് പോയോ? താഴെ
പറയാം ഇത്രയും ദൂരെ കൊണ്ടുപോയിട്ട് അന്നെ ഞാൻ കാണും. ചെറ്റ ഭർത്താവ് അത്ര ദൂരെ കൊണ്ടുപോയിട്ട് കണ്ട് താങ്കളെ ജോലി നഷ്ടപ്പെടും. പോയാൽ വേണ്ട പ്രാന്തായിക്കണെങ്കിൽ അത്ര ദൂരെ തന്നെ ഉയരത്തന്നെ കൊണ്ടുപോയിട്ട് കണ്ട് പറയാം അവിടെ ഒന്നോന്ന് വിശ്വനാഥ്, നമ്മൾക്ക് നമ്മളെ പ്രൊസീജിയർ അനുസരിച്ച് ചെയ്യാൻ പറ്റൂ. എങ്ങനെ നമുക്കവിടെ നമ്മളെ ഈ പേടകം വഴിയല്ല വേറൊരു പേടകം വരുന്നവരെ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്താൽ പറ്റൂ. താങ്കൾക്ക് ജോലി നഷ്ടപ്പെടും. സാർ താങ്കൾക്ക് എത്ര രൂപ വേണമെങ്കിലും തരാം. ഞാൻ പറഞ്ഞേക്ക് ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. എന്താണ്? പിന്നെ ഈ പോകാൻ വേണ്ടിട്ട് ഈ സിക്കാര് എത്ര രൂപ പറഞ്ഞു? 10 ലക്ഷം രൂപ. അയാളുടെ ഡിമാൻഡ് എന്തൊക്കെയാ? ഫുൾ കവർ ഇൻഷുറൻസ്, ആ ലോകം മൊത്തം കറങ്ങാനുള്ളത്, ആ. പിന്നെ 10 ലക്ഷം രൂപ കൊടുക്കണം. ആ, ഈ അണ്ണാച്ചിന്റെ ആകെ 5 ലക്ഷം കൊടുത്താൽ അയാൾ ചാവാനും തയ്യാറാണ് അയാള്. ഇയാള് ആ എന്നാ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം സാറ് ക്ഷമയോട് കൂടി കേൾക്കണം. എന്താണാവോ? സാറ് ആ ഒരു 10 ലക്ഷം ഉറുപ്പ്യ എനിക്ക് തന്നേക്ക്. തന്നിട്ട് ഒരു 5 ലക്ഷം ഉറുപ്പ്യ അണ്ണാച്ചിക്ക് കൊടുക്കാം. അല്ല ഓൻ ഏതായാലും ചാകാൻ പോകുകയല്ലേ. 5 ലക്ഷം ഓന് കൊടുക്കാം. പിന്നെ 5 ഇല്ലേ? 2.5 നിങ്ങൾക്കും 2.5 എനിക്കും.